സ്റ്റുഡൻസ് പഠിക്കുന്ന ടൈമിൽ ചെയ്യണൊരു ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്താ ഞാൻ പറഞ്ഞുതരാം. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ, അതായത് പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന ടൈമിൽ, അല്ലെങ്കിൽ CA ഫൗണ്ടേഷൻ പഠിക്കുന്ന ടൈമിൽ ഞാൻ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. എങ്ങനെ പറയുക വെച്ചാൽ, രാവിലെ 4 മണിക്ക് 5 മണിക്കൊക്കെ എണീച്ചാണ്ട് രാത്രി ഒരു 10 മണി 11 മണിക്കൊക്കെ ഉറങ്ങുന്നുണ്ടാവുള്ളൂ. രാവിലെ നേരത്തെ എണീക്കും 4 മണിക്കൊക്കെ. ആകെ മൊത്തം ഒരു 5 മണിക്കൂറോ അത്രയൊക്കെ ഉറങ്ങുന്നുണ്ടാവുള്ളൂ. എന്നിട്ട് രാവിലെ സ്കൂളിൽ പോണ വരെ പഠിക്കും. അതേപോലെ വൈകുന്നേരവും പഠിക്കും വന്നതിന് ശേഷം. പക്ഷേ എക്സാമൊക്കെ വരുമ്പോൾ ജസ്റ്റ് ക്ലാസ്സിൽ ജസ്റ്റ് ശ്രദ്ധിച്ചിരിക്കുള്ളൂ. വീട്ടിൽ നിന്ന് അങ്ങനെ പോയി നോക്കാത്ത എൻ്റെ ഒപ്പമുള്ള ഫ്രണ്ട്സിനൊക്കെ, ക്ലാസ്സിലുള്ള അത്യാവശ്യം പഠിക്കുന്ന ആൾക്കാർക്ക് കേട്ടോ, എല്ലാവർക്കും അല്ല. അവർക്കൊക്കെ ഇന്നെങ്കാട്ടും മാർക്കുണ്ടാവും. സത്യം പറഞ്ഞാൽ ഞാനേക്കാളും ഏറ്റവും കൂടുതൽ മണിക്കൂർ പഠിക്കുന്നുണ്ടാവുക. പക്ഷെ എനിക്ക് ഓരത്ര മാർക്കുണ്ടാവില്ല. നോക്കുമ്പോൾ ദ എമൗണ്ട് ഓഫ് വർക്ക് എൻ്റേതായിരിക്കും കൂടുതൽ, ഓരതല്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കും ഇതെന്താണെന്നുള്ളത്. അത് ആ കൊല്ലങ്ങളിൽ എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഞാൻ CAക്ക് പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലായില്ല. പിന്നെ CA ഇൻ്റർമീഡിയേറ്റ് പഠിക്കുമ്പോഴാണ് എനിക്കത് മനസ്സിലായത്. അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് ഒട്ടുമിക്ക എല്ലാവരും വരുത്തുന്ന സംഭവമാണ്. നോട്ട് സ്ലീപ്പിംഗ് ഇനഫ്. സ്ലീപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പഠിക്കണ ഒരു കാര്യം, അത് പഠിക്കുന്നതിന് മുമ്പും സ്ലീപ്പ് ആവശ്യമാണ്. പഠിച്ചതിന് ശേഷം സ്ലീപ്പ് ആവശ്യമാണ്. പഠിക്കുന്നതിന് മുമ്പ് നല്ലൊരു സ്ലീപ്പ് കിട്ടിയാലേ നമുക്കത് എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. ഞാനൊക്കെ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. CA ഫൗണ്ടേഷന് ടൈമിൽ ഞാൻ അധികം ഉറങ്ങേക്കറ്. അറിയാതെ ഉറങ്ങിപ്പോവും. കാരണം അത്രയും CA ആണ്, ഭയങ്കര രീതിയിൽ പഠിക്കണം എന്നൊക്കെ എല്ലാവരും പറഞ്ഞുകൊണ്ട് നമ്മൾ എന്താ പറയുക, ഹാർഡ് വർക്ക് മാത്രം, സ്മാർട്ട് വർക്ക് ഇല്ല, അങ്ങനത്തെ ഒരു രീതിയിൽ അങ്ങനെ കഷ്ടപ്പെട്ട് രാത്രി ഹോംവർക്ക് ചെയ്ത് രാവിലെ ഇരുന്ന് പഠിച്ചുകൊണ്ട് വരും. എന്നിട്ട് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ വയ്ക്കില്ല. ഉറക്കം വന്നിട്ട് അറിയാതെ ഉറങ്ങിപ്പോവും. എന്നിട്ട് എൻ്റെ ഒപ്പമുള്ളവരൊക്കെ എന്നെ കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ ഓലൊന്നും പാസ്സായിട്ടില്ല കേട്ടോ, വേറെ കാര്യം. കാരണം സ്മാർട്ട്നെസ് മാത്രം പോരാ, വർക്ക് എത്തിക്കും വേണം. എങ്ങനെയായാലും ഹാർഡ് വർക്ക് മാത്രം ചെയ്യണുള്ളൂ എന്നുണ്ടെങ്കിലും ടാലൻ്റ് ഉണ്ട്, പക്ഷെ വർക്ക് ചെയ്യാത്ത പോലെ നമുക്ക് എന്തായാലും ബീറ്റ് ചെയ്യാം. അത് വേറെ കാര്യം. ഹാർഡ് വർക്ക് ഓൾവേസ് ബീറ്റ് ടാലൻറ്റ്. പക്ഷെ ടാലൻറ്റും അതിൻ്റെ കൂടെ ഹാർഡ് വർക്കും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ, അതിൻ്റെ കൂടെ സ്മാർട്ട് വർക്കും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ സെറ്റാണ്. പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, നമ്മൾ എഫക്റ്റീവായിട്ട് ഒരു ദിവസം പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലീപ്പ് വേണം. അതേസമയം നമ്മൾ ക്ലാസ്സിൽ ശ്രദ്ധിച്ചത് കാര്യങ്ങളൊക്കെ നമ്മളെ ലോങ് ടേം മെമ്മറിയിൽ, ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ലോങ് ടേം മെമ്മറിക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിലും നല്ലൊരു സ്ലീപ്പ് വേണം. എത്ര ടൈമാണ് ഉറങ്ങേണ്ടതെന്നല്ല. ഇപ്പം അന്നത്തെ എനിക്കത് അറിയില്ലേനു. ഇപ്പോഴാണ് ഞാനൊന്നും കൂടി പഠിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ 7 to 9 മണിക്കൂർ എന്നാ പറയുക, അത്രയെങ്കിലും ഉറങ്ങിയിരിക്കണം. അതായത് നമ്മൾ ബെഡിൽ ഇപ്പോൾ ഒരു 8 മണിക്കൂർ കിടന്നാലും നമുക്ക് സ്ലീപ്പ് ഒരു 7 to 7.25 മണിക്കൂർ കിട്ടും. അങ്ങനെ 85-90% സ്ലീപ്പ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും 8 മണിക്കൂർ ഞാൻ ബെഡിലുണ്ടെന്ന് കരുതി 8 മണിക്കൂർ ഉറങ്ങി എന്ന് പറയാൻ പറ്റില്ല. ആ ഒരു 7 മണിക്കൂറൊക്കെ നമുക്ക് കൂട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യും, സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന ടൈമിൽ സ്ലീപ്പിന് നല്ല പ്രാധാന്യം കൊടുക്കണം.